മനോഹരമായ ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളെ, മത്സര പരീക്ഷയിൽ വിജയം നേടിയ കുട്ടികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 700-ലധികം സ്കൂളുകൾ, 1 ലക്ഷത്തോളം കുട്ടികൾ, ഒരു മത്സര പരീക്ഷ എത്രയധികം വിശ്വാസയോഗ്യമാണ് എന്നതിന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും മാതാപിതാക്കളും എത്ര ഗൗരവത്തോടു കൂടി അതിനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി അത് മാറുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇതിന് നടത്തിപ്പുകാരും തങ്ങളുടെ കുട്ടികളുടെ ഉള്ളിൽ ചില കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കുട്ടികളെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്ന മാതാപിതാക്കളും ഒരുപോലെ പ്രശംസ അർഹിക്കുന്നു. പഴയ കാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കാർക്കും ഒരു കഴിവുമില്ലല്ലോ എന്ന ഖേദമായിരുന്നു പഠിക്കുമ്പോഴൊക്കെ. ക്ലാസ്സിൽ, സ്കൂളിൽ ചിലരൊക്കെ പാട്ടുപാടും, ചിലരൊക്കെ വായിക്കും, ചിലരൊക്കെ ചിത്രം വരയ്ക്കും, ചിലരൊക്കെ പഠിക്കും. ബഹുഭൂരിപക്ഷവും ഞങ്ങൾക്കാർക്കും ഒരു കഴിവുമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് ജീവിച്ചവരാണ്. എന്നാൽ പുതിയ കാലത്ത് മാതാപിതാക്കൾ തിരിച്ചറിയുന്നു, അങ്ങനെ സങ്കടപ്പെടാൻ ഒന്നുമില്ല. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും ഉള്ളിൽ പ്രകൃതി, ഈശ്വരൻ ഒരു കഴിവ് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും അതിനെ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ ഇത്തരത്തിൽ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നത് ഞങ്ങളുടെ സ്കൂളിലുള്ള, ഞങ്ങളുടെ പരിസരത്തുള്ള കുട്ടികളുമായിട്ടാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ മത്സരം കേരളത്തിലുള്ള കുട്ടികൾ തമ്മിലായി, ഇന്ത്യയിലുള്ള കുട്ടികൾ തമ്മിലായി. ഇപ്പോൾ ഈ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ മത്സരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള സർഗധനരായ ഓരോ കുട്ടികളോടുമാണ്. അത്രമേൽ ലോകം ചെറുതായിക്കൊണ്ടിരിക്കുന്നു, വികസിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലോകം മത്സര അധിഷ്ഠിതമായിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടികൾ കുറച്ചുകൂടി മുതിരുമ്പോൾ, വളരുമ്പോൾ, അവരൊരു തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് എത്താറാവുമ്പോൾ അവർ മത്സരിക്കുന്നത് യന്ത്രങ്ങളോടാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രകാലം മനുഷ്യൻ കണ്ടുപിടിച്ച യന്ത്രങ്ങളൊക്കെ അവനെ സഹായിക്കാൻ വേണ്ടിയുള്ള, അവൻ്റെ കായിക ശേഷിയെ കുറയ്ക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെങ്കിൽ റോബോട്ടുകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലത്ത് അത് അവൻ്റെ ബൗദ്ധിക ശേഷിയോട് മത്സരിക്കാൻ വേണ്ടി പ്രാപ്തി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു ChatGPT-യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനോ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ സർഗശേഷി അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണശേഷി എത്ര വലുതാണ് എന്ന് കാണാൻ കഴിയും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു നോവൽ എഴുതുന്നതിൻ്റെ ഭാഗമായി ചില അന്വേഷണങ്ങൾ നടത്തി ഞാൻ ഒരു ചെറിയ വാചകം ആ നോവലിന് വേണ്ടി എഴുതി കൊടുത്തപ്പോൾ ChatGPT തിരിച്ചിങ്ങോട്ട് പറയുകയാണ്, ഇത് ആടുജീവിതത്തിലെ ബെന്യാമിൻ എഴുതിയ ഒരു വരിയാണ് എന്ന്. ഒരു വരി മുഴുവനായില്ല, ചെറിയൊരു സൂചന മാത്രമേ ഞാനത് നൽകിയിട്ടുള്ളൂ.
ഒരു അറബി വാക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറയുകയാണ്, ഒരു വരി കൊടുത്തപ്പോൾ തന്നെ അത്രമേൽ സൂക്ഷ്മമായ ഗൗരവമായ അന്വേഷണ ബുദ്ധിയിലേക്ക് യഥാർത്ഥത്തിൽ യന്ത്രങ്ങൾ എത്തിത്തിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികൾ പഠിച്ച് മുതിർന്ന് വലുതായി വരുമ്പോൾ അവർ മത്സരിക്കേണ്ടി വരുന്ന ബൗദ്ധിക ശേഷി യന്ത്രങ്ങളുടേത് എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അമേരിക്കയിലെ ഒരു സംസ്ഥാനത്ത് 400 ദന്ത ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന ഇടത്ത് നിന്ന് നിരവധി ആളുകളെ, ഏതാണ്ട് 396 ആളുകളെയും പറഞ്ഞു വിട്ടുകൊണ്ട് 4 പേർ മാത്രം മതി, ബാക്കി മുഴുവൻ യന്ത്രങ്ങൾ നിർവഹിച്ചുകൊള്ളുമെന്ന തരത്തിലേക്ക് മാറിയ ഒരു വാർത്ത അടുത്തിടയ്ക്ക് വായിക്കുകയുണ്ടായി. ചൈനയിലെ ഒരു തുറമുഖത്ത് 4000 പേർ ജോലി ചെയ്തിരുന്ന ഇടത്ത് നിന്ന് അത് 400 പേരായി ചുരുക്കിയ ഒരു വാർത്തയും കാണാനിടയായി. കേരളത്തിലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ഫുൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ വലിയ തുറമുഖങ്ങളിലൊന്നായതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ, തൊഴിലെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഒരു ലോകം സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സ്ഥിതി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയും മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് യന്ത്രങ്ങൾ സർവ്വ ഇടങ്ങളിലേക്കും ഇടിച്ചു കയറുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇനി തൊഴിലുള്ളത്, എങ്ങനെയാണ് അവർ ജീവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള യഥാർത്ഥ കഴിവുകളിലേക്ക് പോവുകയും അവൻ്റെ സർഗശേഷി എവിടെയാണോ, അവളുടെ സർഗശേഷി എവിടെയാണോ അവനെ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ഒരിടത്തേക്കാണ് അവരെ പറഞ്ഞയക്കേണ്ടത് എന്ന ഒരു കാര്യം നമുക്ക് ബോധ്യമാവുന്നത്. 400 പേരിൽ 4 പേരെ നിലനിർത്തിയെങ്കിൽ ആ 4 പേർക്ക് സവിശേഷമായ കഴിവ്, ഒരുപക്ഷെ ആ യന്ത്രങ്ങളെ പോലും പരിശീലിപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും സവിശേഷമായ കഴിവുകളുമായി ജനിച്ചവരാണ്. അവരെ ആ സവിശേഷമായ കഴിവുകളുടെ ഉന്നതത്തിലേക്ക് പറഞ്ഞ് വിടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവരെ റീപ്ലേസ് ചെയ്യാൻ ഒരു യന്ത്രങ്ങൾക്കും കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യൻ കഴിഞ്ഞ എത്രയോ ലക്ഷം വർഷങ്ങൾ കൊണ്ട് ആർജിച്ച അവൻ്റെ കഴിവുകളെ അത്ര വേഗത്തിലൊന്നും യന്ത്രങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അവൻ്റെ സർഗ വൈഭവത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ആരെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോട്ടെ, അവർ എഞ്ചിനീയറായി, മറ്റൊരു ഡോക്ടറായി, മറ്റൊരു CA-ക്കാരായി, അല്ലെങ്കിൽ ചിലർ IAS-കാരായി, അതുകൊണ്ട് എൻ്റെ കുഞ്ഞും അങ്ങനെയായി തീരണമെന്ന മോഹത്തോടുകൂടി നമ്മളവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് കഴിവ് എന്ന് കണ്ടെത്തി അവർ ചിലപ്പോൾ ഗായകരാവാം, ചിത്രരചനയാവാം, എഴുത്തുകാരാവാം, മോട്ടോർ മെക്കാനിക്കാവാം, നല്ല കുക്കാവാം, അങ്ങനെ അനേകായിരം തരത്തിലുള്ള കഴിവുകളുമായി ജനിച്ചവരാവാം. അവരെ ആ ഇടത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. വിദ്യാഭ്യാസത്തിൻ്റെ പരമായ ലക്ഷ്യം അതുതന്നെയാണ്. ഒരു മനുഷ്യനെ സമ്പൂർണ്ണ വ്യക്തിയായി അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ വളർത്തിക്കൊണ്ടുവന്ന് അവനെ പരിപൂർണനാക്കി തീർക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ കുറേ A+കളല്ല. A+ മാത്രം നേടിയാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും എന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്നാരും വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അത് നമുക്ക് ഒരു മോടി പോലെ കൊണ്ടു നടക്കാം, ശരിയാണ്. നല്ലതായി പഠിച്ചു, നല്ലതായി അധ്വാനിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവൻ്റെ വ്യക്തിത്വ വികാസത്തിന്, അവൻ്റെ ബൗദ്ധിക വികാസത്തിന്, അവൻ്റെ മാനസിക വികാസത്തിന്, അവൻ്റെ ആത്മീയ വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള സർവ്വ മേഖലകളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവൻ്റെ സർഗശേഷിയിൽ കൂടുതൽ കരുത്തുള്ളവരായി തീരാനും അതിൽ ഫോക്കസ് ചെയ്യാനും അത്തരത്തിലുള്ള ഒരു യുണീക്കായ വ്യക്തിത്വമായി അതിനെ വളർത്തിയെടുക്കാനുമുള്ള ഒരു ശ്രമം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷ ഞാൻ കാണുന്നത്.
നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുടങ്ങുന്ന കഴിവുകളേതായി ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു ചെറിയ പ്രോത്സാഹനം എന്ന നിലയിൽ സ്കോളർഷിപ്പ് നൽകുന്നു. അവർ വളർന്ന് വലുതാവട്ടെ, മുതിരട്ടെ, അവരുടെ കഴിവുകളിൽ വളരട്ടെ, അത് സമൂഹത്തിന് ഗുണമുള്ളതായി തീരട്ടെ. നമ്മളൊക്കെ അവനവന് വേണ്ടി വളർന്ന് ജീവിച്ച് ഒടുങ്ങുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ സർഗശേഷി, നമ്മുടെ സർഗവൈഭവം സമൂഹത്തിന് ഗുണമായി തീരുന്നു എന്നിടത്താണ് യഥാർത്ഥത്തിൽ ആ കഴിവിന് മൂല്യം കൈവരുന്നത്. ജീവിതത്തിൻ്റെ ഏത് പാതയിൽ എത്തിച്ചേർന്നാലും, എത്ര ഉയരങ്ങളിൽ എത്തിച്ചേർന്നാലും, സമൂഹത്തിലെ ഏറ്റവും ഇളയവനെ കൂടി, സാധാരണക്കാരനെ കൂടി, വേണ്ടപ്പെട്ടവനെ കൂടി കരുതാനും ചേർത്തു പിടിക്കാനും രാഷ്ട്രീയ അവബോധത്തോടും സാമൂഹ്യ അവബോധത്തോടും കൂടി ജീവിക്കുവാനും കൂടി ഈ കുട്ടികളെ വളർത്തേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ വിജയം വരിച്ച എല്ലാ കുട്ടികൾക്കും വലിയ യാത്രയുടെ തുടക്കമാണ് ഇതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ യാത്രയിൽ വലിയ ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.